നമ്മൾക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ചെറിയ രീതിയിൽ ടാറുകൾ കൊണ്ടുവന്ന് ഈ ചെറിയ രീതിയിൽ പാച്ച് വർക്ക് റോഡിന്റെ കുഴികളൊക്കെ ചെറിയ തോതിൽ അടച്ചിരിക്കുന്നത് നമുക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ചെറിയ നിർമ്മാണ പ്രവൃത്തികൾ മാത്രമാണ് ഇവിടെ നടക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു രക്ഷാദൌത്യമോ ഒന്നും തന്നെ ഇവിടെ ഉണ്ടാവുന്നില്ല. നേവി അല്പസമയം മുമ്പാണ് ഇവിടെ നിന്നും നേവി ഇവിടെ വന്നിരുന്നു. നേവി രാവിലെ ഭാഗത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അവരിവിടെ ഇറങ്ങി പുഴയുടെ ഗതി പരിശോധിച്ചു, വെള്ളം ഇറങ്ങിയത് അളവ് പരിശോധിച്ചു, ഒഴുക്ക് പരിശോധിച്ചു. അതിനുശേഷം അവർ തിരികെ മടങ്ങുകയും ചെയ്തു. നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പുഴയുടെ തീരങ്ങളിൽ കോസ്റ്റ് ഗാർഡ് പരിശോധന നടത്തുന്നുണ്ട്. എന്തെങ്കിലും തരത്തിൽ സംവിധാനങ്ങൾ ലഭിക്കുമോ എന്ന തരത്തിലുള്ള പരിശോധനകൾ ഇവിടെ നടത്തുന്നുണ്ടെന്ന് മാത്രമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ തന്നെ വ്യത്യസ്തമായി ഈ മൺതിട്ടകൾ കൂടുതൽ തെളിഞ്ഞു വന്നിരിക്കുന്നു. അതായത് പുഴയിലെ ജലനിരപ്പ് താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ വെള്ളത്തിന്റെ കലക്കത്തിന് കുറവില്ല. ഇപ്പോഴും കലങ്ങി മറിഞ്ഞുകൊണ്ട് തന്നെയാണ് വരുന്നത്. എന്തായാലും ആ കാണുന്നത് ഈ അർജുന അടക്കമുള്ള ഈ ആളുകളെ കൊണ്ടുപോയ മണ്ണ് കൂടി നിൽക്കുന്നത്. പുഴയുടെ നടുവിൽ മറ്റൊരു ഭൂതലം അല്ലെങ്കിൽ മറ്റൊരു പ്രദേശം രൂപപ്പെട്ടതുപോലെ മണ്ണുകൾ കൂട്ടം കൂടി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രയാസം ഈ മൺകൂനങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ള. കാരണം 20 അടി 30 അടി താഴ്ചയിലുള്ള വെള്ളമാണ്. അതിൽ 20 അടിയിൽ താഴ്ചയുള്ള ഭാഗത്തടക്കം പൂർണ്ണമായും ഇത്തരത്തിൽ വലിയ തോതിൽ മൺകൂനകളായി രൂപപ്പെട്ടിരിക്കുന്നു. അതിനുള്ളിൽ വലിയ പാറക്കല്ലുകൾ, കരിങ്കല്ലുകൾ, മരങ്ങൾ, കമ്പുകൾ, അങ്ങനെ അത്തരത്തിൽ വലിയ തോതിൽ മൊത്തം മൂടിക്കിടന്നുകൊണ്ട് ഒരു തരത്തിൽ രക്ഷാപ്രവർത്തകർക്കും അതിനുള്ളിലേക്ക് എത്താൻ കഴിയാത്ത രീതിയിലാണ്. അപ്പോൾ ഇനി ഇതിലേക്കായ മാർഗം അവർ പരിശോധിക്കുന്നവർ സാധ്യത തേടുന്നത് ഈ തൃശ്ശൂരിൽ നിന്നുള്ള മണ്ണുമാന്തി യന്ത്രം ഇവിടേക്ക് കൊണ്ടുവരിക, അത് കൊണ്ടുവന്ന് ഇവിടെ പരിശോധിക്കാൻ കഴിയുമോ എന്ന സാധ്യത തേടുക എന്നുള്ളത് മാത്രമാണ്. അതിനായി തൃശ്ശൂരിൽ നിന്നുള്ള ദൌത്യ സംഘം ഇവിടേക്ക് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി അവർ ഇവിടേക്ക് എത്തും. അവരിവിടേക്ക് എത്തി ഈ പുഴയിലേക്ക്, ഈ ഒഴുക്കിൽ ഇത് കാര്യക്ഷമമാണോ, പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കും. ആ പരിശോധന നടത്തിയ ശേഷമായിരിക്കും ഇവിടെ ഇനി എന്ത്, അല്ലെങ്കിൽ അടുത്ത അർജുന്റെ രക്ഷാദൌത്യം അടുത്ത ദിവസം അർജുന്റെ മാത്രമല്ല ഇവിടെ ഉള്ള മറ്റു രണ്ടുപേരുടെയും രക്ഷാദൌത്യം ഇനി എന്ത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം വരിക. എന്തായാലും നിലവിൽ അവിടെ നിന്നുള്ള ഓപ്പറേറ്ററാണ് പുറപ്പെട്ടിരിക്കുന്നത്. പക്ഷേ അവരിൽ നിന്ന് നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ ഒഴുക്കുള്ള സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാൻ കഴിയില്ല.